ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ വേവിച്ച് ഉടച്ചെടുത്ത കപ്പയിലോട്ട് ഒരു കപ്പോളം പുട്ടുപൊടിയും കൂടെ ചേർത്ത് ദാണ്ടെ ഇതുപോലെ മുരുമുരാന്നിരിക്കുന്ന വട ഉണ്ടാക്കിയെടുത്താലോ. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ദാണ്ടെ ഞാൻ ഇവിടെ ഒരു കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ദാണ്ടെ അത്യാവശ്യം വലിയ ഒരെണ്ണമാണ്. അത് ദാണ്ടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമ്മൾ വേവിക്കാൻ കട്ട് ചെയ്യൂലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, വേറെ പാത്രത്തിൽ വേവിച്ചാലും മതി. അപ്പോൾ കുക്കറിലാവും പെട്ടെന്നാവും. അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഈ കപ്പ വേവാനും പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മതി കപ്പ വെന്ത് കിട്ടാൻ. ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ ഞാനൊന്ന് വേവിക്കുന്നുണ്ട്. കാര്യം ഈ കപ്പയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു പാകമാണ്. അപ്പം അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പം ദാണ്ട് ഒരു 3 വിസിലൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഉടച്ചെടുക്കുന്നത്. സോറി, പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് കേട്ടോ. ഒരിക്കലും ഞാൻ സ്മാഷ് എന്തോ ഒന്ന് പറഞ്ഞതിന് ആരോ കമൻറ്റ് ഇട്ട് സ്മാഷ് അല്ല മാഷ് ആണത്. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു ഗ്ലാസിൻ്റെ അതായത് ചെടുഭാഗം വെച്ചിട്ടോ അങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ കപ്പ ഉടച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഒട്ടും തന്നെ കട്ടകൾ പാടില്ല, നല്ലപോലെ ഉടച്ചെടുക്കാം. ഈ കപ്പയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. ചിലതൊക്കെ ആണെങ്കിൽ ഉടച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേങ്കിൽ ഇത് എളുപ്പത്തിന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഒരു കപ്പോളം പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ പുട്ടുപൊടി ചേർക്കുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു സവാളേൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊന്ന് കുനുകുനാന്നരിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ചേർക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. കാര്യം എൻ്റെ കയ്യിൽ കുറച്ച് അരിഞ്ഞത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ അങ്ങ് ചേർത്തു. അപ്പം നിങ്ങൾ കുനുകുനാന്നരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളകും ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണേ. നമ്മൾ കപ്പയിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പം ബാക്കിയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കാം. അപ്പോൾ ഈ കപ്പയൊക്കെ ഒന്ന് തണുത്ത് വന്നെങ്കിൽ മാത്രമേ ഇതുപോലെ കൈ വെച്ച് നല്ല ഇളക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ കപ്പയൊന്ന് തണുത്തതിന് ശേഷം മതി കേട്ടോ. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് എണ്ണ കയ്യിൽ തടയുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലൊന്ന് ആക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ഓരോ ഉണ്ടകളാക്കി എടുക്കാം. ഇനി അത് ഇങ്ങനെ കൈവച്ചൊന്ന് അമർത്തിയിട്ട് നടുക്കൊരു കുഴിയും കൂടി ഇട്ട് കൊടുക്കാം. വടേൻ്റെ നടുക്കൊരു കുഴി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലുതായിട്ട് സവാള അരിഞ്ഞാലുള്ള ഒരു വിഷമം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും കേട്ടോ. ചെറുതായിട്ട് അരിയുവാണെങ്കിൽ ഇങ്ങനെ അധികം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കില്ല. അപ്പോൾ അതാണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്തതും നമുക്ക് അതുപോലെ തന്നെ ഒരു വടേൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് തിന്ന് നോക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ ഇത് ഉഴുന്നുവട അല്ലെന്നുള്ള കാര്യം. കണ്ടു കഴിഞ്ഞാൽ ഉഴുന്നുവട തന്നെയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ഒന്നാക്കി കൊണ്ടുവരാവേ.
അപ്പോൾ ദാണ്ട എല്ലാം ഞാൻ ഇതുപോലെ നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഫ്രൈ ആക്കാനൊക്കെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴേക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ, അത്രയും വെളിച്ചെണ്ണ അങ്ങ് പോവല്ലേ എന്ന്. പക്ഷേങ്കിൽ ഞാൻ കൂടുതലും ഫ്രൈ ആക്കാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത്. ഇനി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും ഞാനും തമ്മിൽ അത്ര ചേർച്ചയില്ല കേട്ടോ. എപ്പോഴും എൻ്റെ കൈ എങ്ങനെയെങ്കിലുമൊക്കെ ഒരിത്തിരിയെങ്കിലും വെളിച്ചെണ്ണ വീണൊന്ന് പൊള്ളു കേട്ടോ. അത് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി കയ്യിൽ പുതുതായിട്ട് ഓരോ പാടുകൾ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പം ഇതുപോലെ ഒരു 5 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടൊന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം അടുത്ത സൈഡും കൂടെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാണ്ടെ മറ്റേ സൈഡും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇതിലേക്ക് എണ്ണ അങ്ങനെ കുടിച്ചിരിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ എണ്ണ അങ്ങനെ കുടിച്ചിരിക്കുകയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ചിലപ്പോൾ വടയൊക്കെ കഴിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നതാണ്, പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത സെറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഫ്രൈ ആക്കി കൊണ്ടുവരാം. ദാണ്ടെ ഞാനിവിടെ നമ്മുടെ അടിപൊളി കപ്പ വട റെഡിയാക്കി ഒറ്റ നോട്ടത്തിൽ ഇത് സാധാരണ ഉഴുന്നുവടയല്ലെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കോ? ഇല്ല. അപ്പോൾ അത് നല്ല ടേസ്റ്റുമാണ്. പുറമേക്ക് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. കാണുമ്പോഴേ അറിഞ്ഞൂടെ നല്ല ടേസ്റ്റ് ആണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.